അപ്പോൾ മിമിക്രിയിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായി കാണും? നീ തിക്കൃഷിയുടെ പ്രായം കണക്കാക്കാനുള്ള പരിപാടിയല്ലേ? എനിക്കറിയാം. അല്ല 30 വർഷമായിട്ടുണ്ട്. നീ വന്നിട്ട് 30 വർഷമായില്ലേ? ഞാൻ 30 വർഷമായി. അപ്പം നമ്മളെ ഏകദേശം സെയിം പിച്ചി. അതെ. കഴിഞ്ഞ ദിവസം മാർട്ടിൻ ചേട്ടൻ വന്നപ്പോൾ ഇതുപോലെ 35 വർഷമായി മാറ്റി. അല്ല വെറുതെ പറഞ്ഞാ 30 വർഷം. ഒരു 5 വർഷം കൂടി കൂടുതൽ. നമ്മൾ ആദ്യകാലത്ത് സാനിസ എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ, കൊച്ചിൻ സാനിസ, ആ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മളൊരു പ്രോഗ്രാമിന് സാജുചേട്ടനോട് ഒരു പ്രോഗ്രാമിന് പോയി. അന്ന് സാജു കൊടിയനൊക്കെ ആയിരുന്നു, നിങ്ങളെല്ലാവരും ആ ട്രൂപ്പിലെ മെയിൻ ആർട്ടിസ്റ്റുകളായിരുന്നു. ഞാനന്ന് കട്ടൻ കെട്ടല്, അഭിനയം എല്ലാം. പക്ഷെ അതിന്റെ പോസ്റ്റർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൈക്കിന്റെ പുറത്ത് 3 ബൈക്ക് പോസ്റ്ററിലെല്ലാം ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇരിക്കും പോലെയായിരുന്നു. ഒരെണ്ണത്തിൽ ടിനിട്ടോം, ഒരെണ്ണത്തിൽ ഞാന്, ഒരെണ്ണത്തിൽ പ്രശാന്ത്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരു സ്റ്റേജിൽ പോയപ്പോൾ ഈ മാള സൈഡിൽ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിന് പോയപ്പോൾ സ്റ്റേജിലേക്ക് ഒരു റാമ്പ് ഇങ്ങനെ അടിച്ചിട്ടേക്കുന്നുണ്ട്. ബൈക്ക് കയറ്റാനാണ്. ശരിയാണോ? ഒന്ന് ആലോചിച്ച്. അല്ലേ? കറക്റ്റാണ്. സത്യല്ലേ, ഞാൻ ഇന്നും ആലോചിക്കുന്നു. എന്നിട്ട് അവർ ബൈക്ക് എവിടെയായിരുന്നു? നിങ്ങളുടെ ബൈക്ക് അഭ്യാസമൊക്കെ എപ്പോഴാണ്? ബൈക്ക് കയറ്റാനായിട്ട്. പിന്നെ മാത്രമല്ല, ഈ സാജൻ കുറുമശ്ശേരിയാണല്ലോ അതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് കലണ്ടർ ഇങ്ങനെ ചുരുട്ടിയെടുക്കും. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കും ഇങ്ങനെ കുറേ. അതെ. എന്നിട്ട് ഈ ജംഗ്ഷനിലൊക്കെ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണ് ആള്, ഇങ്ങനെ ഇരിക്കുള്ളൂ, ആരെയും നോക്കുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഈ ചില്ലിൻ്റെ പിടിക്കണം കലണ്ടറിലോട്ട്. ഞാൻ പറയുന്നത് ആരെങ്കിലും കണ്ടി ചെന്നുള്ളൂ ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ. അതെ അതെ. അതൊക്കെ ഞാൻ നോക്കിയിടുന്നത് ഭയങ്കര ബാസാണല്ലോ. അതെ അതെ. അങ്ങനെ പുള്ളി. അതുപോലെ തന്നെ ഡ്രാക്കുള അത് ഭയങ്കര സംഭവം ഉണ്ടത് ഒരിക്കൽ. അതായത് ഡ്രാക്കുള ഈ എക്കോ വെച്ചിട്ടാണല്ലോ ചെയ്യണത്. അന്നൊക്കെ എക്കോ ഇല്ലെങ്കിൽ പരിപാടി ഭയങ്കര കുറവാണ്. അപ്പോൾ പുള്ളി തന്നെ അനൗൺസ് ചെയ്യണത്. അപ്പോൾ ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ എക്കോ ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എക്കോ ഇല്ലാണ്ട് പരിപാടി കേൾക്കില്ല കേട്ടോ. പറഞ്ഞു ഇനിയിപ്പോൾ എക്കോ എടുക്കാൻ സമയമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പരിപാടി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഡ്രാക്കുളയുടെ ഐറ്റം വന്നു. കാരണം പുള്ളി റുമാനിയയുടെ തലസ്ഥാന നഗരിക്ക് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റപ്പെട്ട ശവക്കല്ലറ, അതിൽ നിന്നും പുകപടലങ്ങൾ ഉയരാൻ തുടങ്ങി. ആ ഒരു ഹുങ്കാര ശബ്ദത്തോടെ ആ കല്ലറ പൊട്ടിത്തെറിച്ചു വരും. സൗണ്ടൊക്കെ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും കുറേ പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. അതൊരു മനുഷ്യരൂപം പ്രാപിച്ചു. അതവനായിരുന്നു ഡ്രാക്കുള. പുള്ളി കയ്യിൽ അങ്ങനെയാണ് പോകേണ്ടത്. അതിനൊരു ഡ്രാക്കുള ഒരു സ്റ്റേജിൽ മറ്റേ എന്തൊരു ലൈറ്റ് ഉണ്ടല്ലോ, അൾട്രാവയലറ്റ്. ഈ ലൈറ്റ് ഓൺ ചെയ്താലാണ് ഈ പരിപാടി നടക്കുള്ളൂ. കാരണം നമ്മൾ വെറുതെ ഒരു തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെളുത്ത സാധനമൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്. അതായത് അതിന് ബ്ലാക്ക് ഉണ്ട്, കാണൂല, വെള്ളം മാത്രം തെളിഞ്ഞു, വെള്ളം മാത്രം വരും, അൾട്രാവയലറ്റ്. അതെ. അപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്താൽ പിന്നെ 1 മണിക്കൂർ ഓണാവുള്ളൂ. ചൂടാവണം. അപ്പോൾ ഒരു സ്റ്റേജിൽ പുള്ളി ഇത് അറിയാതെ ഓണായിപ്പോയി. സ്റ്റേജിൽ ലൈറ്റ് ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഈ ലൈറ്റ് ഓണാക്കിയിട്ട് പിന്നെ ഈ സാധനം ഓണാവുള്ള പരിപാടി തുടങ്ങാൻ ആൾക്കാർ കൂലമായി. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു അൾട്രാ വർക്ക് ചെയ്യണില്ല, നമുക്ക് സ്പോട്ട് ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ട് ഡ്രാക്കുള അതുപോലെ ഫ്രണ്ടിൽ നിന്ന് വെച്ചിട്ട് ക്രിസ്മസ് അപ്പൂപ്പനാണോടാന്ന്. ഇത് ഡ്രസ്സിൽ വെള്ളം വരച്ചേക്കുമല്ലേ? വെള്ളം വരച്ചേക്കാണ്, ഒരു താടി മുടിയൊക്കെ വെച്ചിട്ടേ ക്രിസ്മസ് അപ്പൂപ്പനാണോടാ ഡ്രാക്കുള. എന്താ പൊന്നോ. ആലുവ ജോക്കേഴ്സ്, അത് മാർട്ടിൻ്റെ സാജു. ഞാൻ അതിന് ബദലായിട്ട് ആ ചുണങ്ങമ്മയിൽ ഉണ്ടാക്കിയായിരുന്നു കാസ ബ്രദേഴ്സ് എന്ന് പറഞ്ഞു. കൊച്ചിൻ കാസയിലെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? കാസയിൽ എൻ്റെ നാട്ടിലുള്ള ഷാജി, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ. ഭയങ്കര കോമഡി ആയിരുന്നു ആ പരിപാടികളൊക്കെ. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ആദ്യ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ജോസ് മരിച്ചുപോയി. എൻ്റെ കൂട്ടുകാരനായിരുന്നു പുള്ളി ആണ് മ്യൂസിക് വായിക്കണത്. ഇങ്ങനെ അതാണ് പുള്ളി വായിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് താളമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആദ്യത്തെ മ്യൂസിക് അതെ, ആ സാധനമാണ് വായിക്കുന്നത്. അപ്പോൾ വേറെ രണ്ടുപേരും ഇവൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവനൊരു മൈക്ക് നിന്നിട്ട് ഒരു താളമില്ലാണ്ട് ആ മൈക്ക് ഓപ്പറേറ്റർ അടുത്ത് പറഞ്ഞു ആ മൈക്ക് ഓഫ് ചെയ്തൊക്കെ പറഞ്ഞു. ആ മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞ് ഇവനോട് വേർത്തടിക്കണം. ടൂട്ടൂച്ചി ഇല്ല. എന്നിട്ട് അങ്ങനെ ആ പരിപാടി ഒരു പള്ളിയിലൊരു പരിപാടി നടത്തിയത്. അപ്പോൾ ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോണ വഴിക്ക് സൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു മിക്സർ ഉണ്ടോക്കെ മോനെ.
മിക്സർ ഉണ്ടാക്കോ? ഞങ്ങൾക്ക് മിക്സർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനുള്ള പൈസ തരണ്ട, മിക്സർ ഉണ്ടാക്കോ? മിക്സർ ഉണ്ടാക്കോ? അങ്ങനെ മിക്സർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തേക്കാണ്. മിക്സർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇട്ട് ഊട്ടുവച്ച് അടിക്കുന്ന പുറത്തേക്ക് വന്നില്ല. സാധനം പരിപാടി 8 നില പൊട്ടിയിട്ട് അച്ഛനൊക്കെ വന്നിട്ട് എന്തിട്ട് പരിപാടിയാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അവസാനം ഈ മിക്സറുകാരനെ ഇത് നന്നാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നിന്നിട്ടാടാ. അയ്യോടാ, ഇവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ പരിപാടി നന്നാവുകയാണെങ്കിൽ ഗാനമേളക്കാർക്ക് കൊടുക്കാം. അങ്ങനെ ബലിയാടാക്കി കളഞ്ഞു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് എൻ്റെ. ആദ്യകാലത്ത് മെഗാ ഷോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ പറയുമോ, ചുണങ്ങംവേലി പള്ളിയിൽ സാജു പിടിക്കുന്ന പ്രോഗ്രാമാണ്. അതിന് ഞാൻ പെരുന്നാൾ നടത്തിയായിരുന്നു. അതെ, ആ പെരുന്നാൾ നടത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് അതുപോലത്തെ ഒരു പരിപാടി പിന്നെ അവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം ഒരുപാട് കലാകാരന്മാരുണ്ട്. കാരണം ഒരു 10-30 കലാകാരന്മാർ, എല്ലാവർക്കും ഒരേ ഐറ്റം കളിക്കാൻ സമയം കിട്ടിയില്ല. ചിലരൊക്കെ 2 വാക്ക് പറഞ്ഞിട്ട് പോകേണ്ടി. സലീം കുമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക്. സിനിമയിലെ ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു സാജു? എന്നെ സലീം കുമാറാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സലീം കുമാറാണ്. സലീം കുമാർ ആദ്യത്തെ 2 എപ്പിസോഡ് എന്നെ കൊണ്ടുപോയത്. ഒരെണ്ണം ആമനത്താത്ത കളിക്കാനും പിന്നെ ഒരു തിയേറ്റർ കത്തിക്കാനൊരു സംഭവം. ആ 2 ഐറ്റമാണ് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വില്യംസാണ് പിന്നെ എന്നെ വിളിക്കുന്നത് സിനിമയിലേക്ക്. പിന്നെ അങ്ങനെ തിരുവനന്തപുരത്താണ് അന്ന് ഷൂട്ട്. ഇവിടെ നിന്ന് പോവും കെട്ടുംകടയൊക്കെ ആയിട്ട്. സ്ക്രിപ്റ്റൊക്കെ ട്രെയിന് പോകും. സ്ക്രിപ്റ്റ് ഇല്ല, വഴിക്ക് എഴുതിയൊക്കെയാണ് സിനിമയിലേക്ക് പോകണം അല്ലേ? മിക്കവാറും എഴുത്തൊന്നും നടക്കില്ല. ഭർത്താരൊക്കെ പറഞ്ഞിരുന്ന അവിടെ ചെന്നിട്ട് നേരം വെളുത്തിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചൊക്കെ. പക്ഷെ അതൊക്കെ ഹിറ്റായിരുന്നു അതൊക്കെ പരിപാടികളൊക്കെ. സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയത് സാജു മാർട്ടിൻ തന്നെ അല്ലേ? അങ്ങനെ പറയല്ലോ, ഇവരെ അല്ല ഒരു ലീഡർഷിപ്പിലായിരുന്നു, നല്ലൊരു ലീഡർഷിപ്പിലായിരുന്നു. അതെ അതെ, ഒരുപാട് ക്യാരക്ടർ ചെയ്തില്ല. സാജുവിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വേഷം മുഖത്ത് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പല പല വ്യത്യസ്തതകൾ ചെയ്യാൻ പറ്റും. പൊറോട്ടയ്ക്ക് മാവ് ഒഴിച്ചാൽ മുഖം ഏത് രൂപത്തിലും അല്ല, അങ്ങനെ പിടിച്ച് വരച്ചാൽ അതുപോലെ ഇരിക്കും. അല്ല എന്താ